യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സിന്നി. ഞാൻ ഇരഞ്ഞാലക്കുട ഇടവകയിൽ നിന്ന് വരുന്നു, കത്രിയുടെ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂലൈ 6 തീയതിയാണ് ഞാനിവിടെ ആദ്യമായി വരുന്നത്. അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ വരുന്നതിന് ഒരു മാസം മുമ്പ്, അതായത് ജൂൺ 2 തീയതി ഞാൻ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മാതാവ് അനുഗ്രഹം തരണമെന്ന്. കാരണം എനിക്ക് എങ്ങനെ ഇവിടെ വരണമെന്നൊന്നും അറിയില്ലായിരുന്നു. കൂടെ വരാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി ഇവിടെ എനിക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഇവിടെ അമ്മ മാതാവ് മുതലാണ് ചേച്ചിയുടെ അസുഖം മാറിയത്. ചേച്ചി എല്ലാ 3-5 ഹോസ്പിറ്റലിൽ നിന്ന് കൈ ഒഴിഞ്ഞതായിരുന്നു. അത്രയ്ക്കും വലിയൊരു ആൾക്ക് വയറൊക്കെ വീർത്ത് ആകെ നീരൊക്കെ വന്നിട്ട് ഞങ്ങളെല്ലാവരും ആൾ മരിക്കുന്ന ഒരു കണ്ടീഷനിലാണ് ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ചേച്ചി 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ നീരൊക്കെ വറ്റി ആൾ നോർമൽ സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് ചേച്ചിയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ പത്രം തരികയും ഉപ്പും ഇവിടെ നിന്ന് തേനും ഒക്കെ എനിക്ക് തന്നിരുന്നു. ഞാൻ അന്ന് തുടങ്ങി എനിക്ക് ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും അമ്മ മാതാവിൻ്റെ അടുത്തെത്തണം, ഉടമ്പടി എടുക്കണം എന്നൊക്കെ. അതിന് ഞാൻ ജൂലൈയിൽ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ ജൂലൈ 6 തീയതി അങ്ങനെ ഞങ്ങൾ പോരാൻ വേണ്ടി തീരുമാനിച്ചു. 5 തീയതി തന്നെ ഞാൻ പോയി കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. 6 തീയതി അതിന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മാതാവിൻ്റെ കൂടെ പോകുന്ന പോലെയായിരുന്നു പിന്നത്തെ എൻ്റെ അനുഭവം. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന 6 നിയോഗങ്ങളിൽ 6ാമത്തെ നിയോഗമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. എനിക്ക് എൻ്റെ അപ്പച്ചൻ കുഴൽക്കിണർ, അവിടെ വീട്ടിൽ കുഴൽക്കിണർ കൊയ്തിട്ട് അതിൽ വെള്ളം കണ്ടിരുന്നില്ല, ഒരു വർഷമായിട്ട് വെള്ളം കണ്ടിരുന്നില്ല. അപ്പോൾ അത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളം നന്നായിട്ട് കിട്ടി. 2ാമത്തെ നിയോഗം സാധിച്ചത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ 5 വർഷമായിട്ട് അവൾക്ക് കടബാധ്യയായിരുന്നു. കടബാധ്യത മീൻസ് അവൾ ഹസ്ബൻഡ് അറിയാതെ തന്നെ ഉണ്ടായിരുന്നു കടബാധ്യയായിരുന്നു. അങ്ങനെ 15 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ആകെ ജീവിക്കണമെന്നില്ലാത്തൊരവസ്ഥയിലാണ് ഈ മകളെ ഞാൻ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ആ മകൾക്ക് ഞാനിവിടെ 5ാമത്തെ ഉടമ്പടിയിൽ ആ മകളെയാണ് വെച്ചിരുന്നത്. എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ ആ മകളുടെ 15 ലക്ഷം രൂപയും വീട്ടാനായിട്ട് ആ മകളുടെ ഹസ്ബൻഡ് അറിയുകയും അങ്ങനെ വീട്ടിൽ സന്തോഷപൂർവ്വം അവൾ ജീവിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് 5 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലിലും പോയി ഡോക്ടേഴ്സിനെ കണ്ടു, എനിക്ക് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിന് 3ാമത്തെ മാസം ഞാനിവിടെ വരുമ്പം എനിക്ക് ബ്ലീഡിങ്ങോടുകൂടി ഞാനിവിടെ വരുന്നത്. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഇനി ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഈ ബ്ലീഡിങ് ഉണ്ടാകരുത്, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വന്നിരിക്കാൻ ബുദ്ധിമുട്ടാണ് അമ്മേ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇന്ന് വരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് 24 വർഷമായിട്ട് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അമ്മ മാതാവ് എനിക്കതും മാറ്റി തന്നു. പിന്നെ എൻ്റെ മകൾക്ക് പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുമ്പോൾ ഡോക്ടർ നല്ല പനി ഡോക്ടർ ഇഞ്ചക്ഷനും ട്രിപ്പ് എല്ലാം കയറ്റിയിട്ടും പനി കുറയാതെ ബ്ലഡ് കൗണ്ട് നോക്കിയപ്പോൾ 16,000 കൗണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്തിരി സീരിയസാണ്, അപ്പോൾ മറ്റുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ പനി ഒട്ടും കുറയാതിരുന്നിട്ടും എന്ത് ചെയ്തിട്ടും പനി കുറയാതിരുന്നപ്പോൾ നനച്ച് തുടച്ചും എങ്ങനെ ഇരുന്നിട്ടും പനി കുറയാണ്ടായപ്പോൾ ഞാൻ ഇവിടെ നിന്നുള്ള ഉപ്പും വെഞ്ചരിച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ വിശ്വാസപ്രമാണം 10 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി, മുട്ടുകുത്തി നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി, അതിന് ശേഷം ഞാൻ ഈ വെള്ളം എടുത്തിട്ട് മോളുടെ തലയിൽ നിന്ന് കാലിൻ്റെ അടിഭാഗം വരെ തുടച്ച് കഴിഞ്ഞാൽ അത്രയും നേരം മണിക്കൂറോളം നനച്ച് തുടച്ചിട്ടും മരുന്ന് ചെയ്തിട്ടും മാറാത്ത ആ പനി സഡൻലി എനിക്ക് എല്ലാവർക്കും അതിശയമാവുന്ന രീതിയിലായിരുന്നു. ഞാൻ കാല് തൊട്ട് പിന്നെ നെറ്റത്തേക്ക് തുടയ്ക്കാൻ ഞാൻ വരുന്ന ടൈമിൽ മോൾക്ക് പനി നിശേഷം മാറിയൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഇനി ഞാൻ നാളെ ഡോക്ടർ പറയണം എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ല, ഇനി അഡ്മിറ്റൊന്നും വേണ്ട എന്ന് പറയണമെന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ സമയത്ത് പിറ്റേ ദിവസം ബ്ലഡ് കൗണ്ട് നോക്കുമ്പോൾ 10,600. അതായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും കൗണ്ട് 16,000 കൗണ്ട് ഉണ്ടായിരുന്ന 10,600ലേക്കാണ് കുറഞ്ഞത് ഒരവസ്ഥയായിരുന്നു. ഡോക്ടർക്ക് തന്നെ അതിശയമായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ് മരുന്നൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ മോൾക്ക് പിന്നെ അഡ്മിഷൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ എൻ്റെ മകളുടെ വിവാഹമാണ്, രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്ന മകളുടെ വിവാഹമായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ വന്ന് ഡിസംബറിൽ ഞാൻ അച്ഛനെ വന്ന് കണ്ടിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ അച്ഛൻ പ്രാർത്ഥിച്ചു, പേടിക്കണ്ട എന്നും പറഞ്ഞിട്ട് എന്നെ തോളത്ത് തട്ടി എന്നെ വിട്ടു. ആ ഡിസംബറിൽ ഞാൻ കണ്ട് മാർച്ചിൽ തന്നെ മകളുടെ വിവാഹം ഫിക്സ് ചെയ്യുകയും വിവാഹം ഞാൻ വിചാരിച്ചേക്കാളും, ഞാനിവിടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ആരുമില്ല, എങ്ങനെ നടത്തും, സാമ്പത്തികമായും എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു. എങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കും എങ്ങനെ നീ നടത്തും. അപ്പം ഞാൻ പറയും എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട്, എനിക്ക് നടത്തി തരും. എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നത് വലിയൊരു അനുഗ്രഹം. എന്നെ അറിയുന്നവർക്കറിയാം എത്ര വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് എൻ്റെ അവർ നടത്തി തന്നതെന്ന്. ഒരു കുറവില്ലാതെ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എല്ലാം ഓരോ സ്റ്റെപ്പും ഞാനവിടെ വെറുതെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അമ്മ ഈശോയും കൂടി നടത്തി തരണം, ഞാൻ കൂടെ നിൽക്കുള്ളൂ, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്നിനെയും കൊണ്ട് കഴിവില്ല, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല, ഒക്കെ തന്നെ നടത്തി തന്നെ. അതുപോലെ തന്നെ അത് നല്ല മഴയായിരുന്ന ആ സമയത്ത് കാലാവസ്ഥയെയും മറ്റെല്ലാ കാര്യങ്ങളും ഒരുപോലെ ഞാൻ ഓരോന്ന് എണ്ണി പറയുമായിരുന്നു വിവാഹത്തിൻ്റെ. ആ എല്ലാവരും പറഞ്ഞു ഇത്ര ഭംഗിയായിട്ട് നടത്താൻ എങ്ങനെ സാധിച്ചു എന്ന്. ഞാൻ പറഞ്ഞു ഞാനെല്ലാം നടത്തിയത്, എനിക്കറിയില്ല ഞാനതെങ്ങനെ നടത്തിയെന്ന്. എൻ്റെ അമ്മ മാതാവ് നടത്തി തന്ന ഈശോ അപ്പച്ചനും കൂടി ഒന്ന്. അങ്ങനെ ഒരു മകൾ വിവാഹം കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു. വിവാഹം ഉറപ്പിച്ചിരുന്ന സമയത്ത് ഡിസംബറിൽ, മോളുടെ വിവാഹം നടക്കുന്നത് ജൂലൈയിലാണ്. അപ്പോൾ ഡിസംബറിൽ ജോലി നഷ്ടപ്പെടുന്ന നാട്ടിൽ വന്നു. അസുഖമായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അതും ഭയങ്കര വിഷമമായിരുന്നു ഒരു കണ്ടീഷനിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ മോളുടെ ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ സാധാരണ മറ്റുള്ള കമ്പനികളിൽ നിന്ന് വിളിക്കുമ്പോൾ 4-5 ഇൻ്റർവ്യൂ മിഷൻ ടെസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ മിഷൻ ടെസ്റ്റ് ഒന്നുമില്ലാതെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ മോളെ പെട്ടെന്ന് വിളിക്കുകയാണ്, നാളെ ജോയിൻ ചെയ്തോളെന്ന്. മുൻപുണ്ടായിരുന്ന ജോലിയേക്കാൾ ഇരട്ടി ശമ്പളത്തിൽ മോൾക്ക് അങ്ങനെ ജോലി കിട്ടി. പിന്നെ എൻ്റെ ഓഫീസിൽ ഒരു മകൾ വന്ന് ഞാൻ വന്നിരിക്കുമ്പോൾ തന്നെ അമ്മളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ കുട്ടി അപ്പം ഞാൻ എന്താ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്? അവർ അത് ചേച്ചി എനിക്ക് കുറേ നാളായിട്ടുള്ളതാണ്, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഞാൻ ഡോക്ടറെ കണ്ടു പക്ഷെ മാറണില്ല എന്ന് പറഞ്ഞു. മോളൊരു കാര്യം ചെയ്യാന്ന്, എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും തൈലം വെക്കാറുണ്ട്, തൈലം കൈപ്പിടിക്കാറുണ്ട് എൻ്റെ ബാഗിൽ തന്നെ. ഞാൻ തൈലം എടുത്തിട്ട് ഒരു തുള്ളി മോളുടെ കണ്ണിൻ്റെ മിണ്ടായ്മ ഒന്ന് പെരട്ടി, ഞാൻ വിശ്വാസപ്പാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മോൾക്കറിയുന്ന പോലെ ഒന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെരട്ടിയിട്ട് ആ കുട്ടി ഒരു അരമണിക്കൂറോളം എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. ഈ അരമണിക്കൂറായിട്ട് ഈ കുട്ടി മറന്നുപോയി സംസാരിച്ച്. ഞാനും ശ്രദ്ധിക്കുക. പിന്നെ ഒരു തുള്ളി കണ്ണീര്, അപ്പം ഞാൻ വന്നിരുന്നിട്ട് അത്രയും ഇത് പെരട്ടുന്നതിന് മുൻപ് അത്രയും നേരം കണ്ണീർ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ തൈലം പെരട്ടി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും ഈ കുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, മോളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ലല്ലോ. അപ്പം ശരിയാ ചേച്ചി, എനിക്ക് ഞാൻ ശ്രദ്ധിക്കുകയാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ല എന്ന്. പക്ഷെ അത് ആ കുട്ടി പിന്നീട് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രം കൊടുത്തായിരുന്നു, ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അത്ഭുതം നടന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഓരോ ദിവസവും എൻ്റെ കുടുംബത്തിലേക്ക്. എൻ്റെ കണ്ണ് നിറയുന്നത് അമ്മയ്ക്കോ ഈശോയ്ക്കോ ഇഷ്ടമില്ല. അപ്പോഴേക്കും ഞാൻ അമ്മയെന്ന് വിളിക്കുക അല്ലെങ്കിൽ ഈശോ എന്ന് വിളിക്കുമ്പോഴേക്കാളും അവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നിരവധി അനുഗ്രഹങ്ങളും തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി, സ്തുതി, ആരാധന.